അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ഒന്നുമല്ല, നിങ്ങൾ ഓൾറെഡി ഷമീറിന്റെയും മമ്മൂന്റെയും വീഡിയോയിലൊക്കെ ഓരോ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അതൊക്കെ എപ്പോഴേ കിട്ടി ബോധിച്ചു. എന്താ പറയാ, മറ്റൊന്നുമില്ല, അധികം മറച്ചു വെച്ചിട്ടോ നീട്ടി വെച്ച് സംസാരിക്കുന്ന ഒന്നുമില്ല. വെറുതെ മനുഷ്യനെ വട്ടം ചുറ്റിക്കാതെ കാര്യം പറയാനാ. ഞാൻ ഇന്നേ വരെ എൻ്റെ ഉമ്മ സത്യോ സിഗരറ്റോ കഞ്ചാവോ ഡ്രഗ്സോ വെള്ളമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതെൻ്റെ ഉമ്മ അന്നും ഇന്നും പറഞ്ഞ കാര്യമാണ്. നീ എന്ത് വന്നാലും എന്തൊക്കെ ഇതിലായിപ്പോയാലും നീ അത് ഉപയോഗിക്കരുത്. ഇതാണ് സത്യം. വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം. വിശ്വസിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടേ ഉണ്ട്. പക്ഷെ അവിടുന്ന് ഇവൻ എന്നെ കൊണ്ട് ഡ്രഗ്സ് അടക്കം കുടിപ്പിക്കാൻ നോക്കി. പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ പട്ടി ചതിക്കും. അത് തന്നെ. നീ എന്നെ രക്ഷിച്ചു. നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കുടിപ്പിക്കാൻ നോക്കി. ഞാൻ കുടിച്ചിട്ടില്ല. ഇതൊരു കള്ളക്കഥയായിട്ടേ ഞാൻ കാണും. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അവനെ പറ്റിയിട്ട് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. ഇവന്റെ അവിടെ സന്തോഷവും കിട്ടും, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഫെയിമും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയത്. എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കയറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളെ നമ്മളൊപ്പം നിൽക്കുന്ന ആൾക്കാരെ ഒരു അടിമയായിട്ട് കാണാൻ പറ്റുമോ? ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ കള്ളനാവും. എടാ, ഒരാൾ ഇട്ട അടി വസ്ത്രം നമ്മൾ എന്തിനാണ് കഴുകുന്നത്? വേറൊരാൾ ഇട്ട അടി വസ്ത്രം എന്തിനാണ് നമ്മൾ കഴുകേണ്ട അവസ്ഥ വരുന്നത്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത്? ഒരാണാന്നുള്ള കുറച്ചൊരു അഭിമാനത്തിൻ്റെ ഒരു ഇതുണ്ട്. ഓൻ്റെ ഗേൾ ഫ്രണ്ട് വന്നിട്ട് പറയാ, ജാസി ഓൻ്റെ ഡ്രസ്സ് ഉണ്ട്, അണ്ടർവെയറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, അതൊന്ന് അലക്കണേ. നമുക്കിട്ടെന്ന് വെച്ചല്ലേ. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ? ആളൊരു ഭയങ്കര തന്നെ. അതായത് ഓൻ്റെ ഗേൾ ഫ്രണ്ട് പോലും പറയുന്നത് വായുള്ള കേൾക്കേണ്ട ഒരു അവസ്ഥ. ആകെ ഒരു ദുരന്ത കഥയാണ്. കാരണം എന്തുകൊണ്ടാ? ആരും പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. ഈ പറയുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഉറുപ്പ്യ നമുക്ക് ഇന്നവരെ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഇവനെ ഒന്നും നമ്പാൻ പറ്റൂല. കാശ് തട്ടാൻ വേണ്ടി തന്നെ നമ്മളെ തേടി വന്ന പോലുണ്ട്. ഏതായാലും ഈ നിമിഷം മുതൽ നമുക്ക് എന്തും നേരിടാൻ തയ്യാറായിരിക്കാം. എന്നാ ഞാൻ പോയിച്ച് നാളെ വരാം.